കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. പാസ്തയാണ് തയ്യാറാക്കുന്നത്. പല വെറൈറ്റിയിലും പാസ്ത തയ്യാറാക്കും അല്ലേ? നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതിലും വീട്ടിൽ തയ്യാറാക്കുന്നതിനൊക്കെ ഓരോ വെറൈറ്റി ഉണ്ട്. ഇത് ഞാൻ എൻ്റെതായ രീതിയിലാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. 2-3 തരത്തിലുള്ള പാസ്ത ഉണ്ട് അല്ലേ? ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതേപോലെയുള്ള ഒരു പാസ്തയാണ് കേട്ടോ. ചിലതിന് ഭയങ്കര കൊഴുപ്പായിരിക്കും. പിന്നെ ചില പാസ്തയ്ക്ക് കൊഴുപ്പൊന്നും അധികം ഉണ്ടാവില്ല. ചിലർ മൈദയൊക്കെ കലക്കിയൊക്കെ ഒഴിക്കാറുണ്ട്. ഞാനിതിലൊന്നും ചേർക്കണില്ല. വളരെ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് വളരെ ഹെൽത്തി ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കൂ. അതിനായിട്ട് ആവശ്യത്തിനുള്ള പാസ്ത എടുത്തു. ഇത് നമുക്ക് ഫസ്റ്റിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇത് മുഴുവനായിട്ടൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 75% വേവിച്ചെടുത്താൽ മതി കേട്ടോ. വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അല്പം ഓയിലുമാണ് ചേർത്തിട്ടുള്ളത്. പാസ്ത ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതങ്ങനെ ഒട്ടിപ്പിടിക്കാത്തൊരു പാസ്തയായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ അല്പം ഓയിലൊക്കെ ചേർത്തിട്ടുണ്ട്. ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇനി തിളച്ച് വരുമ്പോൾ വെള്ളത്തിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കണം. അടിയിലൊന്നും പിടിക്കരുത്. നല്ല തിളച്ച് വരുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ടതൊന്ന് അടച്ച് വെച്ച് കുക്കാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വേണ്ട പച്ചക്കറികളെല്ലാം തയ്യാറാക്കിയെടുക്കാം. ഒരു ക്യാരറ്റും സവോളയും എരിവിനാവശ്യത്തിനുള്ള പച്ചമുളകും ഒരു ക്യാപ്സിക്കമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അത്രയും വേണ്ട കേട്ടോ. അത് നമ്മൾ പാസ്തയുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. വളരെ നൈസായിട്ട് ഏകദേശം നീളത്തിൽ തന്നെ കട്ട് ചെയ്തത്. പാസ്ത അതേപോലെ ഉള്ളതാണല്ലോ, അപ്പോൾ അതേപോലെ നീളത്തിലൊന്നും കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതൊക്കെ അവരവരെ ഇഷ്ടം പോലെ കട്ട് ചെയ്യാം. നൈസായിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ. നമുക്കൊന്ന് വഴറ്റിയെടുക്കാനുള്ളതാണ്. ഇനി ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി നൈസായിട്ടൊന്ന് കട്ട് ചെയ്തു. പിന്നെ ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോഴേക്ക് ഇത് തിളച്ച് 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗം വേവാനുള്ളത് നമുക്കത് വറവിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനായിട്ടാണ് കേട്ടോ. ഇത്രയും ആവുമ്പോൾ നമുക്കിതിലെ വെള്ളമെല്ലാം സ്ട്രെയിൻ ചെയ്ത് പാസ്ത മാറ്റിയെടുക്കണം. ഇത് ഒട്ടിപ്പിടിക്കുന്നതാണെങ്കിൽ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേണം കേട്ടോ. അല്ലെങ്കിൽ ഇത്തിരി ഓയിലൊക്കെ തടവി കൊടുക്കേണ്ടി വരും. ഇത് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടന്നു. അതുകൊണ്ട് വെള്ളം മാത്രം സ്ട്രെയിൻ ചെയ്ത് ഒരു അരിപ്പയിൽ വെച്ചു. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പച്ചക്കറി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഒരു കടായിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. കടുകിട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ആവശ്യത്തിന് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ ഇല്ലാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മളിതിലേക്ക് തേങ്ങാപ്പാലെല്ലാം ചേർക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചാൽ മതി. ഇതൊന്ന് വഴന്ന് വരണം, അത്രയേ ഉള്ളൂ. അടിയിലൊന്നും പിടിക്കാതെ കേട്ടോ. ഇഞ്ചി നൈസായിട്ട് അരിഞ്ഞതും ഒരു വറ്റൽമുളകും കൂടി ഒരു ഭംഗിക്കാണ് ഇട്ടത്. അത് ഓപ്ഷണലാണ്. ഇനി നമ്മൾ നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്ത സവാള ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യത്തിന് 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് കരിയാൻ പാടില്ല. സിമ്മിലൊക്കെ ഇട്ടിട്ട് വേണം ചെയ്യാൻ, ശ്രദ്ധിക്കണേ. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. സവാള ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇനി അതിലേക്ക് ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ, അതും വളരെ നൈസായിരിക്കണം. അല്ലെങ്കിൽ വേവാതെ കിടക്കും, പിന്നെ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം, കരിയാൻ പാടില്ല. ഇപ്പോൾ വേണമെങ്കിൽ ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ഇടാം. അത്യാവശ്യം ഒന്ന് വഴന്ന് വരുന്നുണ്ട്. അവസാനം മാത്രമേ ക്യാപ്സിക്കം ഇടാൻ പാടുള്ളൂ കേട്ടോ. ക്യാരറ്റ് കുറച്ച് തിക്കായതുകൊണ്ട് കുറച്ച് സമയം എടുക്കുമല്ലേ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒന്നും കൂടി കുക്ക് ചെയ്യുന്നുണ്ട്, പാലൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ അതൊന്നും കൂടി വെന്തോളും. ഇനി അവസാനമായിട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റാം. ക്യാപ്സിക്കം പെട്ടെന്ന് വെന്തോളും, അതുകൊണ്ടാണ് ഏറ്റവും അവസാനമായിട്ട് ഇട്ട് കൊടുത്തത് കേട്ടോ. കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. കൂടുതൽ കരിയൊന്നും വേണ്ട കേട്ടോ. ഒന്ന് കടിക്കാൻ കിട്ടണം, അപ്പോഴാണ് ഇത് രസം ഉണ്ടാവുക. ഇഷ്ടമില്ലാത്തവർക്ക് കൂടുതൽ അലിയിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പശുവിൻ പാലോ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 കപ്പ് വെള്ളം കൂട്ടി അടിച്ചെടുത്ത തേങ്ങാപ്പാലാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് കൂടുതലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, 1 കപ്പ് ഒഴിച്ചാൽ മതി. പിന്നെ പാസ്ത വേവിക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ടത് കൊണ്ട് ഇതിലേക്ക് നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. എന്നാലും ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു. എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം, കുറുകി വരും. പശുവിൻ പാൽ ചേർത്താലും ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചേർത്തതാണ്. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള പാസ്ത ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. ആ പാലിൽ ഇങ്ങനെ കിടന്നിട്ട് ബാക്കി ഭാഗം കൂടി ഇതൊന്ന് വെന്ത് വരണം.
പെട്ടെന്ന് ആയിക്കോളും. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. എന്നിട്ടൊന്ന് അടച്ച് വയ്ക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ആ പാലിലിങ്ങനെ എല്ലാ ഭാഗവും പാസ്ത ഇരുന്ന് ആവിയിൽ ഒന്നും കൂടി കുക്കായിട്ട് വരണം. കുറച്ച് ക്രീമി ആയിട്ട് കൂടുതൽ നമ്മളിങ്ങനെ സ്പൂൺ വെച്ച് കോരി കുടിക്കാവുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ പാലിൻ്റെ അളവൊക്കെ കൂട്ടി ഒഴിക്കണം. ഞാനിപ്പോൾ കുറച്ച് ഡ്രൈയും എന്നാൽ കുറച്ച് ഗ്രേവി പോലെയാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇതൊരു 5 മിനിറ്റ് നേരം ഒന്ന് ഇളക്കിയെടുക്കാം. പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ സ്നാക്ക് റെസിപ്പിയാണ്. എല്ലാവരുടെയും ഒന്ന് അഭിപ്രായം പറയണേ. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.